ഗൈസ്, കാനഡയിൽ ഡിസ്റേ എന്ന് പറയുന്ന മൂവി റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും വിചാരിച്ചത് കാണാൻ പോവാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ മൂവി കണ്ടിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് ആ ഒരു ത്രില്ല് മാറിയിട്ടില്ല ഇപ്പോഴും മൂവിനെ കുറിച്ചിട്ടുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രണവ് മോഹൻലാൽ മൂവീസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം. ഇത് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ആയാലും മ്യൂസിക് ആയാലും ആ ഒരു ബീറ്റ് ആയാലും ഇതെല്ലാം നമ്മൾ ആക്ച്വലി തിയേറ്ററിൽ ചെന്നിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാതെ ആരും OTT പ്ലാറ്റ്ഫോംസിൽ വന്നിട്ട് കാണാമെന്നുള്ള രീതി വിചാരിച്ചിരിക്കരുത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ തിയേറ്ററിൽ ചെന്ന് കണ്ടാലേ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതിൽ നമ്മൾ ഓരോ എന്തോന്ന് പറയുക, ക്യാരക്ടേഴ്സിന് അവർ കാണിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ്. ഇപ്പം പ്രണവ് മോഹൻലാൽ എന്നെ ഒരാളോട് സംസാരിക്കുന്നത് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യും. നമ്മൾ എന്തോന്ന് പറയുക, അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ എൻ്റെ വീഡിയോന്ന്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. പ്രണവ് മോഹൻലാലിൻ്റെ ഈ ഇടയിലുള്ള സ്ക്രിപ്റ്റ്സിൻ്റെ സെലക്ഷൻ ആയാലും ഒരു രക്ഷയില്ലാത്ത സെലക്ഷനാണ്. കാര്യം ഇത് എനിക്ക് ഫീൽ ചെയ്തത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കഗ്നൈസ്ഡബിൾ മൂവി ആയിട്ട് മാറുന്നതെന്നാണ്. ഇതിൽ ഡയറക്ടറിൻ്റെ ഈ എടുത്തേക്കുന്ന മൂവീസ് എല്ലാം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂതകാലം, പിന്നെ ബ്രഹ്മയുഗം, ഇതേപോലത്തെ മൂവീസാണ് പുള്ളിക്കാരൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഹൊറർ മൂവീസ് മലയാളം മലയാളം ഓഡിയൻസിന് വേണ്ടി എടുക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. എനിക്കിത് ഉറപ്പായിട്ട് പറയുന്നത് നല്ല രീതിയിൽ ഹിറ്റാവും. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ എവരിബഡി. ബൈ.